വെൽക്കം ടു മെഷീനറി വേൾഡ്. നമസ്കാരം, എൻ്റെ പേര് സലാഹുദ്ദീൻ. ഞാനൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യവസായ യന്ത്രങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ മെഷീനറി വേൾഡിലേക്ക് ഹാർദവമായ സ്വാഗതം. സാറിന് എൻ്റെ പേര് പുഷ്പാങ്കദൻ. ഗ്രീൻ ടെക് ഏജൻസിയാണ് കമ്പനിയുടെ പേര്. നമ്മൾ അടുക്കളയിലും പുറത്തുണ്ടാകുന്ന എല്ലാത്തരം വേസ്റ്റുകളും ഡിസ്പോസ് ചെയ്യും. അതിൽ നിന്ന് വീട്ടിലേക്ക് പാചകത്തിനുള്ള ഗ്യാസും കിട്ടുന്ന ഉപകരണമാണ് പരിചയപ്പെടുന്നത്. ഇത് സാധാരണ ചെറുതും വലുതുമായിട്ടുള്ള ഏത് വീട്ടുടമയ്ക്കും അതുപോലെ സംരംഭങ്ങളുള്ളവർക്കും ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേസ്റ്റ് ഇട്ടുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് ഗ്യാസും വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ പ്ലാന്റ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ആസ്ഥാനം മൂവാറ്റുപുഴയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുകയും അവർക്കെല്ലാം ഇത് പ്രൊമോട്ട് ചെയ്ത് ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി എല്ലായിടത്തും സ്ഥാപിച്ചു കൊടുക്കാനും പറ്റും. പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ്. ഇതിലൂടെയാണ് നമ്മൾ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റുകൾ ഇതിനകത്ത് ചെന്ന് ഡൈജഷനായിട്ട് ഗ്യാസ് ആകുകയും ഫ്ലോട്ടിങ് രൂപത്തിൽ, അതായത് ഗ്യാസ് ആകുമ്പോൾ ഫ്ലോട്ടിങ് വരികയും ഗ്യാസ് ഇല്ലാത്തപ്പോൾ താന്നു പോവുകയും ചെയ്യും. പൈപ്പ് കണക്ട് ചെയ്ത് LPG ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അത്രയ്ക്ക് സ്പീഡിലും എളുപ്പത്തിലും പാചകം ചെയ്യാവുന്ന കുക്കിംഗ് ഗ്യാസാണ് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഇത് കൂടാതെ ഇത് ഡൈജഷൻ കഴിഞ്ഞ് പുറത്തു വരുന്ന വളം എല്ലാതരം കൃഷികൾക്കും, പ്രത്യേകിച്ച് വീടുകളിലൊക്കെയുള്ള പച്ചക്കറി, പൂച്ചെടി അതുപോലുള്ള എല്ലാ കൃഷികൾക്കും വളമായിട്ടെടുത്ത് ഉപയോഗിക്കാനായിട്ട് കൊള്ളുന്നതാണ്. ഇത് സാധാരണ വീടുകളിൽ 1 മീറ്റർ ചതുരശ്ര സ്ഥലമുള്ള ഏതൊരു വീട്ടുടമയ്ക്കും ഈ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇത് ഫുള്ളായി ഫൈബറിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. എത്രത്തോളം മഴ നനഞ്ഞാലും വല്ല വെയിലുണ്ടായാലും ഈ പ്ലാന്റിന് യാതൊരു കേടുപാടുകളും സംഭവിക്കുന്നില്ല. മാത്രവുമല്ല, വീട്ടിൽ എത്രമാത്രം വീട്ടിലെന്തോരം ചേർത്തും എത്ര ദൂരെയും ഈ പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കൊമേഴ്സ്യൽ പർപ്പസ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ, ഹോട്ടല്, അതുപോലെ ഹോസ്റ്റല്, മറ്റ് ഇൻഡസ്ട്രികളിൽ, ഫ്രൂട്ട്സ് അതുപോലെ ഇൻഡസ്ട്രികളിലെല്ലാം ഈ പ്ലാന്റ് നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് ഗ്യാസും അതുപോലെ തന്നെ ഈ മാലിന്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് സംസ്കരിക്കാനും നമ്മളൊക്കെ സാധിക്കും. ഞങ്ങളുടെ ഫോൺ നമ്പറെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷന് ഉള്ള ആളുകൾ വീട്ടിൽ വരണമെങ്കിൽ വരും. അതുപോലെ ഇതേതെങ്കിലും ഇതിൻ്റെ ഏജൻസി ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട സാങ്കേതികമായ ഉപദേശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തരുന്നതാണ്. എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്? ഞങ്ങളൊരു 14 വർഷത്തോളമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങൾക്ക് മറ്റ് ഫ്രാഞ്ചൈസികൾ കുറച്ചുണ്ട്. ഇനിയും കൂടുതൽ ഫ്രാഞ്ചൈസികളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഇപ്പം കമ്പനി ഒരു സ്ഥലത്ത് മാത്രമാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. ഇപ്പം ബിസിനസ്സിൽ ഒരു ഗ്രോത്താണ്. നമ്മളൊരു നല്ല അർപ്പണ മനോഭാവത്തോടു കൂടി ഇതിൽ ഇറങ്ങിയാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും ഇതിൽ നിന്ന് നല്ലൊരു സാമ്പത്തികമായിട്ട് ഏൺ ചെയ്യാനും സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരം സംരംഭങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മൾക്ക് ഈ വേസ്റ്റ് എന്ന ഒരു ദുർഘട പ്രതിസന്ധി അല്ലെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഗ്യാസും മറ്റു ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതിനും കൂടെ സാധിക്കുന്നതാണ്. ഇതല്ലാതെ മറ്റ് എന്തെങ്കിലും നമുക്ക് സാങ്കേതിക വിദ്യയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉപോൽപ്പന്നമായിട്ട് എന്ത് നമുക്ക് കണ്ടെത്താം? അത് എങ്ങനെ അതിനൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? ഉപോൽപ്പന്നം എന്ന് പറയുന്നത് ഒന്ന് ഗ്യാസ്, നമുക്ക് LPGക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്യാസും, മറ്റൊന്ന് ഇതിൽ നിന്ന് ഔട്ട്പുട്ടിൽ വരുന്ന സ്ലറിയുമാണ്. ഡൈജഷൻ കഴിഞ്ഞ് പുറത്ത് വരുന്ന സ്ലറി വളമായിട്ട് ഉപയോഗിക്കാം. അത് ലാർജ് സ്കെയിലിലും സ്മോൾ സ്കെയിലിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൽ നിന്ന് പുറത്ത് വരുന്ന ദ്രാവകം. ഈ പ്ലാന്റ് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ മറ്റ് ജോലികളൊന്നുമില്ല. നമ്മൾക്കുള്ള ചെറുതോ വലുതായിട്ടുള്ള വേസ്റ്റുകൾ നിക്ഷേപിച്ചിരുന്നാൽ മാത്രമല്ല. പിന്നെ എൻ്റെ സാങ്കേതിക ഉപദേശം എന്ന് തൊട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഗ്രീൻ ടെക്കിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഗ്രീൻ ടെക്ക് നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാങ്കേതിക ഉപദേശവും അതിൻ്റെ പരിജ്ഞാനവും എല്ലാം അവിടെ വന്ന് ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ കമ്പനി എവിടെയെല്ലാം മാർക്കറ്റിങ്ങിന് ഉദ്യോഗസ്ഥരെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റിങ്ങിന് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം,
കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും? നേരിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ ഫോൺ നമ്പറുണ്ടോ, ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓഫീസിൽ വരികയോ അല്ല അവർക്ക് സംരംഭങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി നേരിട്ട് സംസാരിക്കുകയോ ചെയ്യാം. ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവുകളുടെ സാങ്കേതിക നിർദ്ദേശങ്ങൾ, മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതിനും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള എക്സിക്യൂട്ടീവുകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും നേരിട്ടോ അല്ലാതെയോ നേരിട്ട് ഇങ്ങോട്ടും വന്ന് ബന്ധപ്പെടാം. വിളിച്ചു കഴിഞ്ഞാൽ അവിടെയും ചെന്ന് ചെയ്തു കൊടുക്കാം. അല്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ പ്രായോഗിക പരിശീലനം കൊടുക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എത്ര നാളത്തെ, അതായത് അവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏകദേശം നമ്മൾക്ക് ഒരു ഒരാഴ്ചത്തെ പരിജ്ഞാനം നമ്മൾ കൊടുക്കുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ അവരെ അതിനുശേഷമാണ് അവർക്ക് ഇത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വിടുന്നുള്ളൂ. അതായത് ഇവർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരെ കൊണ്ട് തന്നെ ഇതെല്ലാം ഇൻസ്റ്റലേഷൻ നടത്തിപ്പിച്ച് ഇതിൽ പിന്നെ നിക്ഷേപിക്കാനുള്ള മീഡിയ എല്ലാം നിക്ഷേപിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ആഫ്റ്റർ സെയിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പ്ലാന്റ് നിർമ്മിച്ചല്ല പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കസ്റ്റമർക്ക് അതിനനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെ താങ്കളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ സംരംഭം തുടങ്ങിയോ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുകയോ ചെയ്യണമെങ്കിൽ ഇതിൽ കാണുന്ന 9446213620 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9446213620.